ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് താഴത്തെ നിലയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു ഹോം തിയേറ്റർ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നല്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും. നല്ല തണുപ്പൊക്കെയുള്ള സിറ്റിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലൊക്കേഷൻ. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഒരാൾ നിർമ്മിച്ച വീടെന്ന് പറയുമ്പോൾ അതിന് ആവശ്യക്കാരെപ്പോഴും കൂടുതലാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു വീടാണ്. 3 വർഷം മാത്രം പഴക്കമുള്ള 6 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം പ്ലസ് ഹോം തിയേറ്ററോട് കൂടിയിട്ടുള്ള അടിപൊളിയൊരു വീടാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പേയാടിന് സമീപമാണ്. പേയാടിന് സമീപം എന്ന് പറഞ്ഞാൽ പേയാട് അങ്ങ് തന്നെ പോകണ്ട കേട്ടോ. നമ്മൾ സിറ്റിയിലെ വലിയുള്ള ജംഗ്ഷനെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ കുണ്ടമങ്കടവ് പാലം, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ തന്നെ പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി കുലശേഖരം പോകുന്ന റോഡ്, നമ്മൾ കുലശേഖരം ആ റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ വലത്തോട്ട് പിറയിൽ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ആർച്ച് കാണാം. അതിനകത്ത് കയറി ക്ഷേത്രം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി വിസിബിൾ ആവും. നമുക്ക് ഇവിടെ നിന്ന് കുലശേഖരം കയറി അങ്ങനെ തന്നെ വട്ടിയൂർക്കാവ് പോവാം. ഇനി അതല്ല പേയാട് പോണെങ്കിൽ തൊട്ടടുത്തായിട്ട് തന്നെ തിരുമല. ഇവിടെ നിന്ന് സിറ്റിയുടെ ഏത് ഭാഗത്തേക്കും ഈസി ആക്സസ് വരുന്ന ലൊക്കേഷനിലാണ് 6 സെൻറ്റിലുള്ള ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിച്ചിട്ടുള്ളത്. നല്ലൊരു പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ ഒരു സ്പെക്കിലൊക്കെ ഉള്ള പുതിയ വീട് ഈ ചുറ്റുവട്ടത്തൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും 1.25, 1.30 അതിന് മേളിലോട്ട് നല്ല രീതിയിലുള്ള പ്രൈസ് പോകും കേട്ടോ. എങ്ങനെ വെച്ചാൽ 4 സെൻറ്റ് ആ റേഞ്ചിലുള്ള വീടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് വന്നിട്ട് 6 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്കിത് ഇതുപോലെ മുൻവശത്ത് തന്നെ നല്ല രീതിയിൽ ചക്കയെ കായ്ക്കുന്ന ഒരു പ്ലാവുണ്ട്. സൈഡിലായിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം 6 സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ. നമ്മുടെ മുൻവശത്ത് ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു പൂജാമുറി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കയറി വരുമ്പോൾ മുൻവശത്തുള്ള വാതിൽ ഇതെല്ലാം തന്നെ പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 പാളികളിലായിട്ടാണ് ഡോറ് വരുന്നത്. കയറി വന്ന് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുമ്പോൾ ലിവിങ് ഏരിയ കാണാം. അവിടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം തന്നെ ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. കിച്ചൺ വരുന്ന ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോവും. ഈ വീട് വിൽക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹസ്ബൻഡ് വൈഫ് 2 പേരും വന്നിട്ട് ടെക്നോ പാർക്ക് ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡെയിലി ട്രാവലിംഗ് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ കഴക്കൂട്ടത്തേക്ക് താമസം മാറി. അപ്പോൾ ആ മാറിയ സമയത്ത് താഴത്തെ നില ഇവർ ഇടയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയം നമുക്ക് മേളിലത്തെ നിലയിൽ ഇവരുടെ ഫർണിച്ചറും അല്ലെങ്കിൽ അവർ വല്ലപ്പോഴും വരുമ്പം മാത്രം നിൽക്കാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഉടമ ഇതിനകത്ത് വളരെ കുറച്ച് നാളെ താമസിച്ചുള്ളൂ. അവർ കൂടുതലും കഴക്കൂട്ടം ബേസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ്. ടോട്ടൽ 4 ബെഡ്റൂംസിൽ 2 ബെഡ്റൂമുകളിൽ ഇതുപോലൊരു ഡ്രസ്സിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സും അതുപോലെ ഹിൻഡ്വെയറിൻ്റെ ഇറ്റാലിയൻ കണക്ഷൻ പോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് ആണ് നമുക്കിതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ട് പാർട്ടിഷൻ വെച്ചിട്ടുള്ളത് നേരത്തെ ഇവർ താഴത്തെ യൂണിറ്റ് വാടകയ്ക്ക് കൊടുത്ത് മേളത്തെ സ്പേസ് ഇവർ വല്ലപ്പോഴും വരുന്ന സമയത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും അവരുടെ ഫർണിച്ചർ കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു താൽക്കാലികമായിട്ടൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കോമൺ സ്പേസ് വരും. ഇവിടെ നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 2 ബെഡ്റൂംസ് തന്നെയാണ് വരുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇവിടെ ആയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ഡ്രസ്സിങ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് തൊട്ടടുത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം കാണാം. അതും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. വ്യത്യാസം വരുന്ന അതിൽ ആ ഡ്രസ്സിങ് ഏരിയ ഇല്ല. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് താഴത്തെ നിലയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഒരു ഹോം തിയേറ്റർ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് സ്പീക്കറും നമ്മുടെ പ്രൊജക്ടറും എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ സോഫാസ് മാത്രം നിങ്ങൾ വാങ്ങി അറേഞ്ച് ചെയ്താൽ മതിയാവും. ആ രീതിയിലാണ് നമുക്കൊരു ഹോം തിയേറ്റർ സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ പോകുന്നത് നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു ഏരിയ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്നപ്പോൾ സൈഡിലൂടെ തന്നെ ഒരു സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റെയർ വഴി നമുക്കിതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കിച്ചൺ ചെയ്ത് കൊടുത്താൽ ഈ ഒരു സ്പേസ് സെപ്പറേറ്റ് ആക്കി വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോഴത്തേക്കും ഈ റോഡിൻ്റെ മറുവശത്തേക്കൊക്കെ വയലും കൃഷിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടങ്ങളിൽ വീടൊന്നും അടുത്ത കാലത്തൊന്നും വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വ്യൂ മറയത്തില്ല. ചുറ്റുവട്ടം എല്ലാം നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒത്തിരിയധികം വീടുകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നല്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കും. നല്ല തണുപ്പൊക്കെയുള്ള സിറ്റിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ലൊക്കേഷൻ. പക്ഷേ നമുക്ക് അത്രയും ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കുക. ഉദ്ദേശിക്കുന്ന വില 1,10,00,000 രൂപയാണ്.